അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വേദിയിലിരിക്കുന്ന പ്രശസ്തരും പ്രഗത്ഭമായ വ്യക്തിത്വങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അകൈതവമായ നന്ദി രേഖപ്പെടുത്തി കൊടുത്തത്. പവിത്രമായ ഈ ഭാരതത്തിൽ ജന്മം കൊണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു. തപിക്കുന്ന മനുഷ്യരുടെ ചോര വീട് കുതിർന്ന ഈ യുഗത്തിൻ്റെ പൊട്ടിച്ചിരിയും നൊമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ. നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാവുറങ്ങുന്ന ഗ്രാമങ്ങൾ പോലും നമുക്ക് ധന്യമായി കൊണ്ടിരിക്കുക. 10 പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവതലമുറകൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടകത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അടിയും മിടിയും വെടിയും ഒക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും ഞാൻ നിന്നിട്ടില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു ശക്തിയുണ്ട്. ആ ഒരു ശക്തി ഞാൻ ഇന്നും സ്വീകരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും എൻ്റെ മരണം വരെ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തോടുകൂടെയും അതേപോലെ തന്നെ എൻ്റെ ഈ കല എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. അത് ആ കലയിലൂടെയും ഞാൻ ജീവിക്കാൻ ഒരുങ്ങിയല്ലാണ്. അങ്ങനത്തെ ഒരു മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. എവിടെ വേണമെങ്കിലും ആര് വിളിച്ചാലും ഞാൻ വയ്യെങ്കിൽ എത്ര വയ്യെങ്കിലും ഞാൻ പോകും. അല്ലാഹുവേ തിരുനാമത്തിൽ ചൊല്ലി എല്ലാരും യതീമുകൾ. ഇതാണ് എല്ലാവരുടെ സ്ഥിതിയും. നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ യതീമാണ്, മരിച്ചു പോകും. ആരും ഈ ലോകത്തിൽ നിൽക്കാൻ പോകുന്നില്ല. പക്ഷേ അതിനോടനുബന്ധിച്ച് കുറേ വളർന്നു വരുന്ന മക്കളുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടമല്ലേ നമ്മൾക്കുള്ളത്. അപ്പോൾ ഈ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ കലയും സംസ്കാരവും സ്നേഹവും സന്ദേശവും ഇതൊക്കെ നമ്മൾ കൊടുക്കണം കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക്. നമ്മളെ കുട്ടികളെ വളർന്ന് കൊണ്ടുവരേണ്ടത് നമ്മളെ കുട്ടികൾക്ക് നമ്മളെ വീട്ടുകാരാണ്. അപ്പോൾ നമ്മൾ അയൽവക്കം കാണും, അതേപോലെ തന്നെ നമ്മുടെ സമൂഹവും. അങ്ങനെ എല്ലാവരുടെ ആ ഒരു സ്നേഹം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾ നല്ല കുട്ടികളായിട്ട് വരും. നല്ല കുട്ടികൾ മാത്രമല്ല, പാടാനും ആടാനും പറയാനും സംസാരിക്കാനും എല്ലാത്തിനുള്ള ശക്തി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കും. അതാണ് അതിൻ്റെ ഒരു പ്രക്രിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മരണം വരെ എനിക്ക് ഒരു മുട്ടുകുത്തി നടക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തും കൂടി ഞാൻ വരും. ഇത് എത്രയോ കിലോമീറ്റർ ഇപ്പുറത്താണ് ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ കഴിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വല്ല തെറ്റുകളും ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എല്ലാ ആളുകളോടും ഞാൻ എൻ്റെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.